സിന്ധൂസ് ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തമിഴ്നാട് സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. അത് അടദോശ എന്ന് പറയും. അടദോശയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഹെൽത്തി ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പച്ചരിക്ക് പകരമായിട്ട് ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. ഇഡ്ഡലി റൈസിലും നമുക്ക് ഈ ഒരു അടദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1/2 കപ്പ് തൂരപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന പരിപ്പുണ്ടല്ലോ, ആ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 കപ്പ് ചെറുപയർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പ് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഇത് നമുക്കൊരു 3 മണിക്കൂറോളം കുതിർക്കാനൊക്കെ ആയിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്കിത് കറക്റ്റ് പാകത്തിന് അരച്ചിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കൂടെ കാണാനും കൂടെ ഒന്ന് ശ്രമിക്കണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കട്ടെ. ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് നമ്മൾ അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പോണത്. പിന്നെ ഇതിന് കൂടെ തന്നെ ഞാൻ ഉണക്കമുളക് കൂടെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇതും ഒന്ന് കുതിർത്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു അരിയൊക്കെ അരക്കണക്കായും ഒരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാലും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് വെക്കുകയാണ്. അപ്പോൾ ഒരു 6 കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ, എരിവ് കുറവാണ്. അപ്പോൾ നിങ്ങൾ സാധാ മുളകാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 മുളക് എടുത്താൽ മതി. ഇപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളതെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. മിക്സിയിൽ അരക്കുകയാണെങ്കിലും മിക്സിയിൽ അരച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഗ്രൈൻഡറിലോട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളി അല്ലി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളകുണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. മുളക് കുതിർക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ കുതിർത്തിട്ടുള്ള ആ ഒരു അരി ഉഴുന്ന് പരിപ്പൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അരച്ചിട്ട് എടുക്കേണ്ടത് കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററല്ല ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ദോശയ്ക്ക് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് അരച്ചെടുത്താലും മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉലുവ അല്ലാത്തത് കാരണമാണ് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ടുള്ള ഉലുവയാണ് ചേർക്കണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ അരി ഉഴുന്നൊക്കെ കുതിർക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടില്ല, ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായംപൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു ഗ്രൈൻഡർ അടച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം ഈ ഒരു ബാറ്റർ നമുക്ക് കിട്ടാനായിട്ട്. ഇപ്പോൾ ദേ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ വേണം ഈ ഒരു മാവ് നമുക്ക് കിട്ടാനായിട്ട്. ഒത്തിരി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചെറിയ തരിയായിട്ട് വേണം ഈ ഒരു മാവ് നമുക്ക് കിട്ടാൻ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടദോശയുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു മാവ് മുഴുവനായിട്ട് ഇപ്പോൾ ആവശ്യമില്ല. ഞാനിത് കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം വേറൊരു പാത്രത്തിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ലൂസായിട്ടല്ല ഉണ്ടാവുക. പക്ഷേ ഈ ഒരു അടദോശയ്ക്കും നമ്മൾ മാവ് അരച്ചെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പരുവത്തിൽ വേണം എടുക്കാൻ. പിന്നെ ഇതുപോലെ അടദോശയുടെ മാവ് നമ്മൾ ഒരുപാട് ദിവസമൊന്നും ഫ്രിഡ്ജിലൊന്നും വെച്ച് ഉപയോഗിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കണ മാവൊക്കെ നമ്മൾ ഒരാഴ്ച വരെയൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ മാവ് അത്രയും ദിവസമൊന്നും വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. പെട്ടെന്നൊക്കെ ചീത്തയായിട്ടൊക്കെ പോവും. ഒരു ദിവസമൊക്കെ വെക്കാം. ഇപ്പോൾ ഇന്ന് അരച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി മാവ് വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കൂടെ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്ത് മാറ്റുന്നത്. ഇപ്പോൾ രാത്രിയിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ രാത്രി ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലെ മാവിലോട്ട് ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള മാവ് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അത് രാവിലെ എടുക്കുന്ന സമയത്താണ് ഉപ്പും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോണത്.
അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയൊരു പിടി മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മുരിങ്ങയില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സവാളയാണ് കേട്ടോ. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശയുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ദോശയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അത് നമുക്ക് പുളിക്കാൻ വെക്കുകയോ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു മാവ് അരച്ചിട്ട് ഉടനെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിന് നമുക്കിത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം. ദോശ ചുട്ടെടുക്കാനായിട്ട് ദോശക്കല്ലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നെയ്യോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു ദോശ നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൂടെ ഇത് വേവിക്കാം. പിന്നെ ഈ ഒരു ദോശ നന്നായിട്ട് വേവിച്ചതിന് ശേഷം വേണം കേട്ടോ കഴിക്കാനായിട്ട്. ഇതിൽ നമ്മൾ പയറും പരിപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലോണം വേവിച്ച് വേണം ഈ ഒരു ദോശ എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടാറിയിട്ട് കഴിക്കണക്കായി നല്ല ടേസ്റ്റ്, നല്ല ചൂടോടെ ചുട്ടിട്ട് അപ്പം ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഞാനിവിടെ തേങ്ങാ ചട്നി വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്